വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിറ്റി എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. അധ്യായം 469. ജീവിതത്തിലും ബിസിനസ്സിലും ബ്രാൻഡിംഗ് പ്രധാനം തന്നെ. കിടമത്സരത്തിന്റെ ലോകത്താണ് നാം ജീവിക്കുന്നത്. ഒരേ ആവശ്യങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടുത്താവുന്ന നിരവധി ഉൽപ്പന്നങ്ങളും സംവിധാനങ്ങളും പലപ്പോഴും നമ്മെ ആശയക്കുഴപ്പത്തിലാക്കാം. എന്നാൽ ഒരു ബ്രാൻഡ് തിരഞ്ഞെടുക്കുന്നതിലൂടെ അത്തരം പ്രയാസങ്ങളൊക്കെ മാറും. അതുകൊണ്ട് തന്നെ ഉപഭോഗ സംസ്കാരം പ്രചാരം നേടുന്ന ലോകത്ത് ബ്രാൻഡിങ്ങിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഉൽപ്പന്നമുണ്ടാക്കുന്നത് എളുപ്പമാകാം, എന്നാൽ ഒരു ബ്രാൻഡ് സൃഷ്ടിക്കുന്നത് അത്ര എളുപ്പമാവണമെന്നില്ല. വിപണിയിൽ നൂറുകണക്കിന് ഉൽപ്പന്നങ്ങളുണ്ട്, പക്ഷേ ആളുകൾ ഓർക്കുന്നത് ചില പേരുകൾ മാത്രം. എന്തുകൊണ്ട്? അവയ്ക്കൊരടയാളമുണ്ട്, ഒരു വിശ്വാസമുണ്ട്, ഒരു കഥയുണ്ട്. അതുതന്നെയാണ് ബ്രാൻഡിംഗ്. ബ്രാൻഡിംഗ് എന്നത് ഒരു ലോഗോയോ പേരോ മാത്രമല്ല, അത് ഒരു വാഗ്ദാനമാണ്. ഉപഭോക്താവിനോട് നിങ്ങൾ നൽകുന്ന ഒരു ഉറപ്പ്, നിങ്ങൾ പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വം. ഒരു നല്ല ബ്രാൻഡ് എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാമെന്നാണ്. ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ഒരു ബ്രാൻഡാണ്. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സ്വഭാവം, ഇവയൊക്കെയാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ബ്രാൻഡിംഗ്. പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ പ്രാധാന്യം അനുദിനം വർദ്ധിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അതിനാൽ നമ്മുടെ വാക്കുകൾക്ക് വില കൊടുത്തും പ്രവൃത്തികളിൽ സത്യസന്ധത പുലർത്തിയും നമ്മുടെ ജീവിതത്തിന് ഒരു വ്യക്തമായ അടയാളം സൃഷ്ടിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. വിശ്വാസം നേടിയെടുക്കാൻ വർഷങ്ങളുടെ നിരന്തര പരിശ്രമങ്ങൾ വേണ്ടി വന്നേക്കാം, എന്നാൽ നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതിയാകും. ഉൽപ്പന്നം വിറ്റാൽ ലാഭം ലഭിക്കും, ബ്രാൻഡ് സൃഷ്ടിച്ചാൽ വിശ്വാസം ലഭിക്കും. വിശ്വാസം നേടിയാൽ വിജയം ഉറപ്പാണ്. ഒരു സംരംഭത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ വിജയത്തിൽ ബ്രാൻഡിംഗ് വളരെ പ്രധാനമാണ്. കാരണം ഉപഭോക്താക്കളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ബിസിനസ്സിനെക്കുറിച്ചും ഉണ്ടാകുന്ന മൊത്തത്തിലുള്ള ധാരണയാണിത്. എന്തുകൊണ്ട് ബ്രാൻഡിംഗ് എന്നന്വേഷിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. 1. റിക്കഗ്നിഷൻ അഥവാ തിരിച്ചറിയൽ. വിപണിയിലെ നിരവധി ഉൽപ്പന്നങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഉൽപ്പന്നം പെട്ടെന്ന് തിരിച്ചറിയാൻ ബ്രാൻഡിംഗ് സഹായിക്കുന്നു. ഒരു നല്ല ലോഗോയും കളർ തീമും ഉപഭോക്താക്കളുടെ മനസ്സിൽ നിങ്ങളുടെ ബിസിനസ്സിനെ പ്രതിഷ്ഠിക്കും. 2. ബിൽഡ്സ് ട്രസ്റ്റ് അഥവാ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. പ്രൊഫഷണലായ രീതിയിലുള്ള ബ്രാൻഡിംഗ് ഉള്ള ബിസിനസ്സുകളെ ആളുകൾ കൂടുതൽ വിശ്വസിക്കുന്നു. വിശ്വാസ്യത ഉള്ളിടത്തോളം കാലം ഉപഭോക്താക്കൾ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വീണ്ടും വാങ്ങാൻ തയ്യാറാകും. 3. കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് അഥവാ മത്സരത്തിൽ മുന്നിലെത്താൻ സഹായകമാകും. സമാനമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത് നിങ്ങളുടെ ബ്രാൻഡിംഗ് ആണ്. എന്തുകൊണ്ട് ഉപഭോക്താവ് മറ്റുള്ളവരെ ഒഴിവാക്കി നിങ്ങളെ തിരഞ്ഞെടുക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബ്രാൻഡിംഗ്. 4. ബിസിനസ് വാല്യൂ വർദ്ധിപ്പിക്കുന്നു. ശക്തമായ ഒരു ബ്രാൻഡ് വിലാസമുള്ള ബിസിനസ്സിന് വിപണിയിൽ കൂടുതൽ മൂല്യമുണ്ടാകും. ഭാവിയിൽ നിക്ഷേപകരെ ആകർഷിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും ഇത് സഹായകമാകും. 5. ഇമോഷണൽ കണക്ഷൻ അഥവാ ഉപഭോക്താക്കളുമായുള്ള വൈകാരിക ബന്ധം. മികച്ച ബ്രാൻഡിങ്ങിലൂടെ ഉപഭോക്താക്കളുമായി ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ചിലപ്പോഴെങ്കിലും ചില ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നത് അന്തസ്സിന്റെ ഭാഗമായി ആളുകൾ കാണാറുണ്ട്. 6. എംപ്ലോയി പ്രൈഡ് അഥവാ ജീവനക്കാരുടെ അഭിമാനം. ശക്തമായ ഒരു ബ്രാൻഡിനു വേണ്ടി ജോലി ചെയ്യുന്നത് ജീവനക്കാർക്കും അഭിമാനകരമായ കാര്യമാണ്. ഇത് സ്ഥാപനത്തോടുള്ള അവരുടെ ആത്മാർത്ഥത വർദ്ധിപ്പിക്കുന്നു. അതിനാൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നം നിർമ്മിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് എങ്ങനെ പരിചയപ്പെടുത്തുന്നുവെന്നതും. വ്യക്തിതലത്തിലും പ്രൊഫഷണൽ രംഗത്തും ബ്രാൻഡിംഗ് എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു വിജയമന്ത്രമാണ്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455526275 എന്ന വാട്സാപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.